ശേഷം അടിവൾ പറയും, ഇനി അവൻ്റെ ബോഡി ഇട്ടില്ലേ വേണ്ടിയില്ല, ആ കുമാരൻ കിട്ടുമല്ലോ അത് മതി എന്ന് പറയും. അങ്ങനെ അതിന് നമ്മളെ നൂറ് പറയും, ഇല്ല ലിച്ചിന് കുമാരൻ ഒരിക്കലും നിനക്കെടുക്കാൻ സമ്മതിക്കത്തില്ല. അതിന് അടിവൾ പറയും, നിൻ്റെ ഓപ്പണും ക്ലോസും മാജിക്ക് എൻ്റെ മുമ്പിൽ ഒന്നുമല്ല പെണ്ണേന്ന് പറയും. അതിന് നൂറ് പറയും, എൻ്റെ എപ്പോൾ ഇരിക്കുന്ന പവർ സ്റ്റോൺസാണ്, ഈ സ്റ്റോൺസ് ഉപയോഗിച്ച് ഞാൻ എൻ്റെ മാജിക് പവേഴ്സ് ഇൻക്രീസ് ചെയ്യും എന്ന് പറയും. എന്നിട്ട് നമ്മുടെ നൂറോ അവളുടെ ക്ലോസ് മാജിക്കും ഓപ്പൺ ക്ലോസ് മാജിക് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡബിളിനെ ഒരു ബോക്സിനകത്ത് ക്യൂബിനകത്താക്കി സീൽ ചെയ്തിട്ട് അവനെ ദൂരെ എടുത്ത് വേറെ ലോകത്തേക്ക് തന്നെ പറഞ്ഞു കഴിക്കും. അങ്ങനെ അതിന് ശേഷം നമ്മുടെ വിസാർഡ് കിങ് പുള്ളിക്കാരാണ് നല്ലോണം എൻജോയ്ഡായി പുള്ളിക്ക് ശേഷം മരിക്കാൻ തന്നെ ആയെന്ന് പറയാം. പക്ഷേ ഒരിക്കൽ ആ ഒരു ഡീമൺ വീണ്ടും തിരിച്ചു വരും, അന്ന് ഈ ശരീരവും കുമാരനും എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് വേണ്ടി ഇന്ന് ഈ ഒരു വിസാർഡ് കിങ് മരിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൻ്റെ അവസാനത്തെ പ്രതീക്ഷയും മാഞ്ഞു പോകും. അങ്ങനെ മാഞ്ഞു പോയിരിക്കാൻ വേണ്ടി അവൻ ന്യൂറോ പറയും, നിങ്ങളല്ലേ ഫ്യൂച്ചറിൻ്റെ അവസാനത്തെ പ്രതീക്ഷ, അതുകൊണ്ട് നിങ്ങൾ ജീവനോടിരിക്കണം, അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളെ സീൽ ചെയ്ത് വെക്കാം, എന്തെങ്കിലും ഒരിക്കൽ ഡെവലപ്പ് വരുമ്പം നിങ്ങളെ ഞാൻ പുറത്താക്കാം എന്ന് പറയും. അതിന് നമ്മുടെ വിസാർഡ് കിങ് സമ്മതിച്ച് നമ്മുടെ ന്യൂറോ നമ്മുടെ വിസാർഡ് കിങ്ങിനെ ഒരു സീലാക്കി ഒരു സ്റ്റാച്യു ആക്കി ആ ഒരു ഡീമൻ്റെ തലയുടെ മുകളിൽ ഇങ്ങനെ വെക്കും. അങ്ങനെ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് നമ്മുടെ ന്യൂറോയും ഒരു ബേഡായിട്ട് മാറും. അങ്ങനെ അതിന് ശേഷം നമ്മുടെ ഡീമണിനെ എന്നാ തിരിച്ചു വരുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ലിച്ചിൻ്റെ ബുക്കിനെ കുറിച്ചും ഈ ഒരു സംഭവത്തെ എല്ലാം കുറിച്ചും വേണ്ടി നമ്മുടെ ന്യൂറോ ഒരു റിസർച്ച് തന്നെ തുടങ്ങും. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ഈ ലിച്ചിൻ്റെ ഈ ഒരു ബുക്ക് ഒരു ചെറുക്കനാൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നറിഞ്ഞു. അതായിരുന്നു നമ്മുടെ ആസ്ഥ. അങ്ങനെ അതിന് ശേഷം നമ്മൾ ന്യൂറോയ്ക്ക് മനസ്സിലായി ഇതെല്ലാം തുടങ്ങാൻ പോവുക വീണ്ടും എന്നുള്ള കാര്യം. പിന്നെ അതിന് ശേഷം അങ്ങോട്ട് ദിവസങ്ങൾ പെട്ടെന്ന് പോയിക്കൊണ്ടിരുന്നു ഇതിലേക്ക്. അങ്ങനെ ഒടുവിൽ ആ ദിവസം എത്തിച്ചേരുകയും ചെയ്തു. അങ്ങനെ അതിന് ശേഷം നമ്മുടെ ഡെവിളിൻ്റെ മാജിക്കിനെ ആരോ കട്ട് ചെയ്ത് ഇങ്ങനെ പുറത്തേക്ക് വരുന്നതായിരിക്കും. അത് നമ്മുടെ ആസ്ഥയും യൂണയും പേട്ടിരിക്കുമായിരുന്നു. ഇതാണ് നമ്മുടെ ഡെവിൾ പറയും, ഷേറ്റ് ഇവൻ ഈ മാജിക്കും വെട്ടാൻ പറ്റുമോ, ഈ ഒരു ആൻറ്റി മാജിക് സോഡ് ഈ ചെറുക്കനും ഭയങ്കര വിഷയമാണല്ലോ എന്ന് പറയും. അങ്ങനെ അപ്പോഴായിരിക്കും പെട്ടെന്ന് അന്നോട്ടേക്ക് നമ്മുടെ ലൈറ്റ്നെസ് സ്പീഡ് നമ്മുടെ വിസാർഡ് കിങ്ങും ന്യൂറോ എത്തുന്നത്. ആയിട്ട് എത്തിയപ്പാടെ നമ്മുടെ ആസ്ഥയ്ക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ അത് നമ്മുടെ ഫസ്റ്റ് വിസാർഡ് കിങ് ആണ്. കാരണം അവനായിരുന്നല്ലോ അവിടെ ഇപ്പോൾ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആസ്ഥ കണ്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും. പക്ഷേ ഇത് കണ്ട് നമ്മുടെ യൂണ പറയും, എടാ അതല്ല ഇപ്പോൾ എൻ്റെ കറക്റ്റ് സമയം എന്ന് പറയും. അങ്ങനെ ഇത് കണ്ട് നമ്മുടെ വിസാർഡ് കിങ് ചോദിക്കും, ഇവരൊക്കെ ആരെന്നോ? അത് പറയും, അത് ഈ കാലത്തെ മാജിക് നൈറ്റ്സാണ് വിസാർഡ് കിങ് എന്ന് പറയും. അതിനുശേഷം നമ്മുടെ ആസ്ഥ എന്നവരൊക്കെ പറയും, എനിക്കെന്താ ഈ ഒരു പെങ്കൊച്ചിനെ അറിയാവുന്നപോലെ തോന്നുന്നേ എന്ന് പറയും. അങ്ങനെ അതിനുശേഷം നമ്മുടെ ന്യൂറോ സ്ട്രെയിറ്റ് നമ്മുടെ ലിച്ചിനടുത്ത് പോയിട്ട് പറയും, ലിച്ചു തന്നെ ഉണർന്നില്ലേ? എന്നിട്ട് നമ്മൾ ന്യൂറോ പറയും, ഇല്ല ഇവൻ അറിയും കാരണം സ്പെൽ ആക്ടിവിറ്റി ചെയ്യാമെന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഇവൻ്റെ ഉള്ളിൽ നിന്ന് ഇവൻ ഇതുവരെ ഉണരാത്തേ എന്നും പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ന്യൂറോ എന്ത് ചെയ്യും, ഇവനെ ഉണർത്താൻ വേണ്ടി ഇവൻ്റെ ക്ലോസും ഓപ്പണും മാജിക് യൂസ് ചെയ്യും. ശരിക്കും ഈ ഒരു മാജിക് എത്ര അടിപൊളിയാണേ. ലൈക്ക് ഏതൊരു മാജിക് ക്ലോസ് ചെയ്യുമ്പോഴേക്കും ഓപ്പൺ ചെയ്യാൻ പറ്റും. ആൻറ്റി മാജിക്കിൻ്റെ വേറെ തരം തന്നെ. അതുകൊണ്ട് നമ്മുടെ വിസാർഡ് കിങ് എന്ത് ചെയ്യും, പണ്ട് ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ഇവരുടെ മാജിക്കിനെ കുറിച്ച് വിസാർഡ് കിങ് പറഞ്ഞു കൊടുത്ത് ടൈം ബൈ ടൈം ഇവരുടെ മാജിക് ഇങ്ങനെ അപ്ഗ്രേഡ് ആയി തുടങ്ങി. അങ്ങനെ നമ്മുടെ ന്യൂറോ ഈ ലിച്ചിനുള്ളിൽ പോയിട്ട് ആ ഒരു മാജിക്കിനെ എന്തോ ചെയ്ത് അവൾ ഓപ്പൺ ആക്കി വിട്ടു. നമ്മുടെ ലിച്ചിനെ സോൾ പുറത്ത് വന്ന് നമ്മുടെ ലിച്ചി ഇപ്പോൾ പരവനെ സംസാരിക്കാൻ പറ്റി. എന്നിട്ട് പറഞ്ഞു, താങ്ക്സ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ എന്ന് പറഞ്ഞ് അവർ രണ്ടും ഒരുമിച്ച് കൂടി. അങ്ങനെ അപ്പം തന്നെ അവരുടെ അടുത്ത് ഒരു പ്രത്യേക ഓറ പുറത്ത് വരാൻ തന്നെ തുടങ്ങി. ആ രണ്ട് കൂട്ടുകാർ ഒന്ന് ചേർന്നപ്പോൾ തന്നെ ആ സമയത്തായി നമ്മൾ ലിച്ച് പെട്രിക്കിനെ കാണുന്നത്. ആയിട്ട് ഈ നടന്ന സംഭവങ്ങളെല്ലാം പെട്രിക്കിനോട് പറയും. പക്ഷേ എന്നിട്ട് പെട്രിക്കിനോട് പറയും, എനിക്കറിയാം നീ ഇതെല്ലാം ചെയ്ത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, അതുകൊണ്ട് പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചൊരു ഹഗ് തന്നെ കൊടുക്കും. അതിനുശേഷം നമ്മുടെ പെട്രിക്കോടി നല്ലോണം കരയും. എന്നിട്ട് ഇവരുടെ എല്ലാവരുടെയും ഫൈറ്റ് തുടങ്ങും. എന്നിട്ട് നമ്മുടെ ടേബിൾ പറയും, അന്ന് നിങ്ങൾ രണ്ടുപേരെയും എനിക്കിങ്ങനെ സുഖത്തോടൊന്നും കൊല്ലാൻ പറ്റിയില്ല, രണ്ടുപേരും എന്നിട്ട് അടിച്ചു കത്ത്, അത് കുഴപ്പമില്ല, ഇന്ന് ഞാൻ ഫുൾ പവറിലാണ് നിൽക്കുന്നത്, അമ്മ ഞാൻ രണ്ടുപേരെ ഞാൻ തന്നെ തീർത്തേക്കാം, പിന്നെ പുതിയ കൊച്ചു കുഞ്ഞിപ്പിള്ളേരില്ലേ അവരെ എൻ്റെ കയ്യിൽ നിന്നുകൊണ്ട് ചാവാം, പിന്നെ ന്യൂറോ എനിക്ക് നിനക്ക് തമ്മി വേറൊരു പ്രത്യേക കടം തന്നെയുണ്ട്, ഒരു 500 വർഷത്തെ കടം, അതും നമുക്ക് തീർക്കാം എന്ന് പറഞ്ഞ് അവരുടെ യുദ്ധം അവിടെ സ്റ്റാർട്ടാവും.
അതിനുശേഷം നമ്മളെ കാണിക്കുക പാസ്റ്റ് ആയിരിക്കും. അവിടെ പാസ്റ്റ് വെച്ച് നമ്മൾ നൂറ് പറയും അവളുടെ മാജിക് വെറും കൊള്ളാത്ത മാജിക്കാണ്. പക്ഷേ അതിന് നമ്മുടെ വിസാർഡ് കിങ് പറയും അങ്ങനെ ഒരിക്കലും പറയില്ല, നിൻ്റെ മാജിക് ശരിക്കും ഒരു അടിപൊളി മാജിക്കാണ്. അതിന് നമ്മുടെ നൂറ് പറയും അങ്ങനെയല്ല, എൻ്റെ മാജിക് വെറും ഒരു വേസ്റ്റ് മാജിക്കാണ്, നിങ്ങളുടെ കൂട്ട് ഒരു റെയറായാലും അടിപൊളി ഒരു മാജിക്കോ അല്ല. പക്ഷേ അതിന് നമ്മുടെ വിസാർഡ് കിങ് പറയും ഒരിക്കൽ നിൻ്റെ ഒരു സമയം വരും, ആ സമയത്ത് നിനക്ക് നിൻ്റെ മാജിക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട എവിടെ നിനക്ക് തന്നെ മനസ്സിലാവും, അവിടെ നീ ആയിരിക്കും ഏറ്റവും യൂസ്ഫുൾ എന്ന് പറയും. അതിന് നമ്മുടെ നൂറ് പറയും എന്ത്, ഞാൻ ഷൈൻ ചെയ്ത സമയമോ, ഞാൻ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന സമയമോ? അത് കേട്ട് നമ്മളെ നൂറ് തന്നെ ഞെട്ടിക്കും. അതെ, നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ഇല്ലേ, അതും ഇതേപോലെ തന്നെ ആയിരിക്കും, അതുവഴിക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവും. എന്നിട്ട് അവരവരുടെ തന്നെ പവർ വെച്ച് ഷൈൻ ചെയ്യാൻ പറ്റും, അവരവരുടെ തന്നെ ഒരു ടൈം കിട്ടും എന്ന് കാണിക്കും. അങ്ങനെ അതിന് ശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻ യാമിയും പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ ഷോൾഡറിനെ ആയിരിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ എൽഫായിട്ടുള്ള റോസിനെ ആയിരിക്കും. അങ്ങനെ നമ്മുടെ റോസും നമ്മുടെ യാമിയും കൂടെ അവിടെ ഇരിക്കും. നമ്മുടെ യാമിയുടെ കൈ എന്നാ കെയറിങ് ആണ്, റോസ് ആണെങ്കിൽ ഹീൽ ചെയ്ത് കൊടുക്കുമായിരിക്കും. എന്നിട്ട് നമ്മുടെ യാമിയാണെങ്കിൽ അവൻ്റെ മാജിക് വെച്ച് ഇവളെ പ്രൊട്ടക്റ്റ് ചെയ്ത് റൗണ്ട് ചെയ്തിരിക്കുമായിരിക്കും. ശരിയും പറഞ്ഞാൽ ഇതിൻ്റെ ലോജിക്ക് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവൻ്റെ ആ മാജിക് കൊണ്ട് റൗണ്ട് ആയിരിക്കുന്ന ആ സാധനമില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ മാജിക്കാണ്. ആ മാജിക്കിന് ഈ പർപ്പിൾ കളർ സാധനം സക്ക് ചെയ്തെടുക്കേണ്ടതാണ്, പക്ഷേ ഇത് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അതിന് ശേഷം ഇവർ രണ്ടുപേരും എൻ്റെ ഇടയ്ക്ക് ഇരുന്ന് അങ്ങോട്ടും അടിയിടുകയും ചെയ്യുമായിരിക്കും. നമ്മുടെ ക്യാപ്റ്റൻ യാമി പറയും നീ പഴയ ഷൗലിൻ്റെ കൂട്ട് തന്നെയാണ്, എപ്പോൾ ഒക്കെ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അതിന് നമ്മുടെ റോസ് പറയും എടാ ഞാൻ നിൻ്റെ കൈ ഹീൽ ചെയ്ത് തന്നതും പോരാ, അവിടെ നീ എന്നെക്കുറിച്ച് ഇങ്ങനെയാണോ പറയുന്നത്, നീ മനുഷ്യന്മാരെപ്പോഴും ഇങ്ങനെയാണ് എന്ന് പറയും. നമ്മുടെ യാമി പറയും നിൻ്റെ ഉള്ളിൽ എൽഫ് എന്നല്ല, ഏത് പട്ടി കയറിയാലും നീ ഇങ്ങനെ തന്നെ അടി എന്ന് പറയും. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ റോസ് ആണെങ്കിൽ ഷൈൻ ചെയ്യാൻ തുടങ്ങി, അവളുടെ ഉള്ളിലെ മാജിക്ക് നമ്മുടെ ലിച്ച് ഇങ്ങനെ സക്കി എടുക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ എൽഫുകളുടെ ഉള്ളിൽ നിന്നും നമ്മുടെ ലിച്ച് പതിയെ അവൻ്റെ ഒരു എനർജി ഇങ്ങനെ വലിച്ചെടുക്കാൻ തുടങ്ങി. அழுத்தி அமுக்குமே நேற்று நீ செய்த பாவங்கள் அனைத்துமே தேடியே வந்து உன்னை ஒரு நாள் ஒழுக்குமே. எளிய உயிரை ஒரு வழிய ஒருவன் எடுத்தான், நினைக்காத ஒரு நாள் உன்னை எவனோ ஒருவன் முடிப்பான். நேற்று செய்த தவறை நீ மேலும் மேலும் செய்தால் மேலே உள்ள அவனோ உன்னை கீழே மிதித்து கொள்வான். வரவா உன்னை துரத்தி வரவா, நீ நினைச்ச வழிய